അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പ്ലീസ് റേഡിയോ കൂടിക്കാഴ്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്മളുള്ളത് ദമാം സ്റ്റുഡിയോയിലാണ്. ദമാം സ്റ്റുഡിയോയിൽ തന്നെ നമ്മോടൊപ്പമുള്ള ബഹുമാന്യനായ ഷിഹാബ് കൊട്ടുകാട് സാറാണ്. അദ്ദേഹത്തെ പരിചയം ഇല്ലാത്തവർ സൗദി അറേബ്യയിൽ മിക്കവാറും കുറവായിരിക്കും. മൊത്തത്തിൽ മിഡിൽ ഈസ്റ്റിലെല്ലാം ഒരുവിധ ആളുകളൊക്കെ പരിചയമുണ്ടാവും. എന്നാലും പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 55ഓളം രാഷ്ട്രങ്ങളിൽ മലയാളികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ എന്ന നിലയ്ക്ക് സാറിനെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. അൽഹംദുലില്ലാ, വളരെ കാലമായി സൗദിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഇസ്ലാമികമായി ഒരു വ്യക്തിയെ കൂടുതൽ നമുക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ മുഖസ്തുതി പറയുന്നത് തെറ്റാണെന്നുള്ളത് അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ, അദ്ദേഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, അതായത് സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. സാർ, വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നതിൽ. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. ആദ്യമായി പീസ് റേഡിയോയിൽ എനിക്കൊരു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അവസരം തന്നതിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ആമീൻ. പ്രിയ പ്രേക്ഷകർക്കും അള്ളാഹു എല്ലാ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നൽകട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. സന്തോഷം. ആമീൻ ആമീൻ. സന്തോഷം. സത്യത്തിൽ ഞങ്ങളാണ് സാറിനോട് അങ്ങോട്ട് പറയേണ്ടത്. കാരണം ദമാമിൽ ഒരു ദിവസത്തെ ഒരു സന്ദർശനത്തിന് വേണ്ടി വന്നതാണ്. അതിനിടയിലാണ് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പീസ് റേഡിയോയിലേക്ക് വന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അള്ളാഹു താങ്കൾക്ക് ഈ ഒരു മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ളൊരു തൗഫീക്ക് ഇനിയും കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാർ, നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. റേഡിയോ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കഴിയില്ല. എന്നാലും ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതുണ്ട്. ആദ്യം സാറ് സൗദി അറേബ്യയിൽ ഞാനും സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട്. കുറേ ആളുകൾ വരുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ എത്താൻ എത്തുന്നില്ല. സാറിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ചതിനുള്ളൊരു കാരണം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ സൗദി അറേബ്യ വന്നിട്ട് ഏകദേശം 34 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ആക്റ്റീവായിട്ടൊരു 29 വർഷങ്ങളായിട്ട് ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സൗദിയിൽ. അപ്പോൾ ആ തുടക്കമെന്ന നിലയിൽ അൽഹംദുലില്ലാ എനിക്ക് എൻ്റെ റൂമിൽ വരുന്ന ഞങ്ങളുടെ ഒരു നാട്ടിലുള്ള കൊല്ലം ജില്ലയിലുള്ള ഒരു പിതാവ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകന് ഉംറയ്ക്ക് ഇവിടെ ജോലിക്ക് പുതിയതായിട്ട് വന്നു. അദ്ദേഹം ഉംറയ്ക്ക് പോയ സമയത്ത് അന്ന് ഈ സൗദിയുള്ള വണ്ടി ഉണ്ടല്ലോ, പിക്കപ്പിനകത്താണ് പോകുന്നത്. അന്ന് ഉംറയ്ക്ക് പോകുന്നത് 24 വർഷം മുന്നേ, അല്ല 29 വർഷത്തിന് മുമ്പ്. 29 വർഷം. അപ്പോൾ ആ പയ്യനിങ്ങനെ ഉംറയ്ക്ക് വന്ന് പേപ്പറൊക്കെ ശരിയാക്കിയാണ് പോകുന്നത്. അന്ന് പേപ്പറൊക്കെ വേണം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് പോകണമെങ്കിൽ പേപ്പർ വേണം. അപ്പോൾ പിതാവിന് മോൻ അങ്ങനെ ഉംറയ്ക്ക് വന്ന സമയത്ത് തന്നെ ഉംറയ്ക്ക് വിട്ടു. പോകുന്ന വഴിയിൽ ഇങ്ങനെ വണ്ടി മറിഞ്ഞു. അപ്പോൾ ഈ പയ്യൻ ഇരുന്ന സൈഡിൽ അത് ഈ ഡിവൈഡറിൽ പോയിട്ട് തലയിടിച്ചു. അങ്ങനെ ഈ പയ്യൻ മരണപ്പെട്ടു പോയി. ഹുമയ്യാത്തിൽ വെച്ചായിരുന്നു, മദീന റോഡിൽ. അപ്പോൾ ഈ പിതാവിന് അന്ന് പോകാനുള്ള പേപ്പറൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അന്നേരം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയാസവും ടെൻഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ പോയി എല്ലാം ക്ലിയർ ചെയ്യുക, ഞാൻ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ സ്പോൺസറായി നിന്ന് പേപ്പറൊക്കെ വാങ്ങി ഞാൻ പോയി. ഞാൻ ഹുമയാത്തിൽ പോയി പേപ്പറൊക്കെ റെഡിയാക്കി പല പ്രാവശ്യം വന്ന് റിയാദിൽ എംബസിയിലും വന്ന്. അന്ന് ഇതുവേണം മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും അത്ര ആക്റ്റീവല്ല, ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം സാധിക്കണേ അന്ന് ഫേസ്ബുക്ക് ഇത് വേണം, വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വന്നും പോകണം. അപ്പം അങ്ങനെ ഞാൻ വന്ന് പോയി അത് ക്ലിയർ ചെയ്ത് മദീനയിൽ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് ആ ബോഡി അടക്കി, ആ പയ്യൻ്റെ ബോഡി. കാരണം അവൻ്റെ ആഗ്രഹം മദീനയ്ക്കായിരുന്നു. ആദ്യം മദീന പോയിട്ട് ഉംറയ്ക്ക് അങ്ങനെ ആയിരുന്നു, മക്കയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ മദീന പള്ളിയിൽ, അപ്പോൾ ആദ്യം തുടക്കം ഞാൻ ജീവകാരുണ്യം തുടങ്ങുന്നത് മദീന പള്ളിയിൽ ഒരു ബോഡി മറവ് ചെയ്താണ് തുടക്കം. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ പിതാവിൻ്റെ ഒരു സന്തോഷം, ആ പിതാവിന് അന്നൊരു ആ മരണ ചടങ്ങിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് പേപ്പർ കിട്ടിയില്ലായിരുന്നു, പോരാനുള്ള പേപ്പറൊന്നും കിട്ടിയില്ലായിരുന്നു. അവരുടെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് വന്നപ്പോൾ ആ പിതാവിൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു നൊമ്പരവും അതിനുശേഷമുള്ള ഒരു ചെറിയൊരു സന്തോഷവും
അടക്കി കഴിഞ്ഞതിലുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘ ശ്വാസമൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു വല്ലാതെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു സൗകര്യം കിട്ടുമ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു മേഖലയിൽ പോയാൽ എന്താണെന്ന് എനിക്കൊരു ഇന്നർ ഫീൽ, ഒരു ഇൻറ്റിമേഷൻ കിട്ടി, ഒരു തോന്നൽ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് മുതൽ അങ്ങനെ ആക്റ്റീവായിട്ട് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് അതുപോലെ ഇന്ന് വരെ ചെയ്തു പോകുന്നില്ല. അതാ തുടക്കം. അൽഹംദുലില്ലാ. ആ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. നമ്മളെ ഉദ്ദേശിച്ചിട്ടാണല്ലോ അന്ന് അദ്ദേഹം പോയത്. ആ പിതാവിൻ്റെ പ്രയാസമൊക്കെ അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ചും യുവതലമുറയോട് പറയാനുള്ളത്, 29 വർഷം മുന്നേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സൗദി അറേബ്യയിൽ നീങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് പെർമിഷൻ കിട്ടിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇന്ന് നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്താൻ ഈ ഒരു സംഭവം മോഡേൺ വളരെ എന്നാൽ പോലും സൗദി അറേബ്യയെ കുറിച്ചിട്ട് പല ഇല്ലാത്ത വ്യാജ വാർത്തകൾ പറയുന്ന നമുക്ക് ആ ഏരിയയിലേക്ക് പിന്നീട് കിടക്കാം. അപ്പോൾ ഇതാണ് സാറ് ഈ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ സാഹചര്യം. എന്തായാലും അള്ളാഹു താങ്കൾക്ക് ആ ഒരു മേഖലയിൽ ഇനിയും കൂടുതൽ ശോഭിക്കാൻ അള്ളാഹു സൗകര്യം ഒരുക്കി തരട്ടെ. ഇനി എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സൗദി പറഞ്ഞാൽ വികസനത്തിൻ്റെ പാതയിലാണ്. 2030 അങ്ങനെ ഒരുപാട് വികസനത്തിൻ്റെ പാതയിലാണ്. ഇനിയും ഇവിടെ ജോലി സാധ്യതകൾ ഒട്ടേറെ വരുന്നുണ്ട് എന്ന് നമുക്കിങ്ങനെ പേപ്പറിലൊക്കെ മനസ്സിലാവുമല്ലോ. ഒരു സൗദി അറേബ്യയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇതും അറിയുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഇവിടേക്ക് ജോലിക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകളോട് സാറിന് എന്താണ് പറയാനുള്ളത്? സൗദി അറേബ്യയിൽ അൽഹംദുലില്ലാ ഭയങ്കര ഒരു ചാൻസാണ്. ലോകത്തിന് വളരെ ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് ലോകത്തിൽ ഈ സൗദി അറേബ്യയുടെ ഒരു ചേഞ്ച്. അപ്പം വിഷൻ 2030യും അതിനുശേഷം അവർക്ക് ശരിക്കും വിഷനുണ്ട്. ഒരു ദീർഘവീക്ഷണമായ ഒരു പ്ലാനോടുകൂടിയാണ് ഈ രാജ്യം പോകുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരുപാട് പിന്നെ എക്കണോമിക്കൽ പ്രോഗ്രസ് ഉണ്ട്. അതനുസരിച്ച് ഒരു ബൂമിങ് എല്ലാ മേഖലയിലും ഉള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചും ഒരു ബൂമിങ് ഉണ്ട്. ഈ എക്കണോമിയിൽ വളരെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് മെഗാ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. മെഗാ പ്രോജക്റ്റുകൾ ശരിക്കുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റുകളൊക്കെ ഇപ്പോഴ് പിന്നെ മാറുന്ന ടെക്നോളജി അനുസരിച്ചുള്ള അഡ്വാൻസ്മെൻറ്റിൽ പിന്നെ നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ഇപ്പം സൗദിയും ഇന്ത്യയും തമ്മിൽ വർഷങ്ങളായിട്ട് നമ്മൾ കാലങ്ങളോളം ഉള്ള ഒരു തൊഴിൽ ബന്ധങ്ങളും നമ്മൾ വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ തലമുറകളായ നമ്മുടെ ടീമുകൾ ഇങ്ങനെ വന്നു പോയാണ് നമ്മുടെ കേരളം, ഇന്ത്യയൊക്കെ ഇങ്ങനെ വലിയൊരു പച്ചപ്പിലും വികസനത്തിലൊക്കെ നിൽക്കുന്നത് നമ്മളെ ഒരു മിഡിൽ ഈസ്റ്റ് കോൺട്രിബ്യൂഷനാണ് കൂടുതലും. പിന്നെ മറ്റു രാജ്യങ്ങളും ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്കുള്ള ഒരു ആശ്രയ കേന്ദ്രം എന്ന് പറയുന്നത് സൗദി, മിഡിൽ ഈസ്റ്റ് ഒക്കെയാണ്. അപ്പം അന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും വന്നു പോകാം. 5ാം ക്ലാസ്സും 2ാം ക്ലാസ്സും പഠിക്കാത്തവരും വന്നു പോകുന്നുണ്ട്. അവരൊക്കെ നല്ല വലിയ ലെവലിലെത്തി നാടിൻ്റെ നന്മയ്ക്കും കുടുംബത്തിനും ഒക്കെ ഒരുപാട് ഒരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ ഇപ്പോഴും ആ പ്രൗഢി കേരളത്തിനുണ്ട്. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒരു യുഗമാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം കോമ്പറ്റീറ്റാണ്. ഇപ്പം മറ്റു രാജ്യങ്ങളിലുള്ളവരും തൊഴിൽ മേഖലയിൽ നൈപുണ്യം നേടിവരാണ് അവരുടെ ടെക്നോളജികളിൽ. അപ്പം നമ്മൾ വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ വരുന്ന യൂത്ത്, നമ്മളിപ്പം ഇന്ത്യയിൽ വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ നമ്മൾ വളരെ മുന്നിലാണ്. എന്നാൽ ടെക്നോളജി ഇപ്പോൾ പിന്നെ ഇൻ്റലിജൻസിൽ, അതായത് എ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇപ്പോഴും പുതിയ ടെക്നോളജി. എന്നാലും നമ്മൾ പിന്നെ IT ഫീൽഡ്, എഞ്ചിനീയറിംഗ്, ഡോക്ടേഴ്സ്, അങ്ങനെ പ്രൊഫഷണൽ ഫീൽഡുകൾ എല്ലാ മേഖലകളിലും ഒരു വലിയ മാറ്റമുണ്ട്. അതനുസരിച്ച് നമ്മൾ എന്ത് വേണം, മറ്റ് രാജ്യങ്ങളുമായി കോമ്പറ്റീറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്കുണ്ടാവണം. ഒരു സ്കില്ലുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു രാജ്യത്തോട് പോകുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യത്ത് എങ്ങനെയാണ് പണ്ടത്തെ കണക്ക് വന്ന് നമുക്ക് ഇവിടെ ഒരു തൊഴിൽ നേടി പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ആ ഒരു ജോബുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോഴും നമ്മളെ പെർഫോമൻസാണ് അവർ നോക്കുന്നത്. ആ പെർഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും പൊട്ടൻഷ്യലും നമുക്കുണ്ടാവണം. അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ആയി തന്നെ വേണം. വേൾഡിനെ നമ്മൾ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു മത്സരം
നമ്മൾ പഠിക്കുന്ന യുവത്വം, ഇന്ന് പഠിക്കുന്ന മക്കൾ, നമുക്കൊരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആ ലെവലാണെന്നുള്ള ഒരു ദീർഘബോധം അവരിലുണ്ടാവണം. അങ്ങനെ പഠിച്ചു വരുമ്പോഴേ നമുക്ക് ലോകത്തിൽ നമുക്ക് ഇനി എക്സിസ്റ്റൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ സൗദി അറേബ്യയിൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും, ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ മേഖലയിലും സ്കിൽ മേഖലയിലും പ്രൊഫഷണൽ മേഖലയിലും ലേബർ മേഖലയിലും ഈവൻ ഡൊമസ്റ്റിക് മേഖലയിൽ പോലും നമുക്ക് പെർഫോമൻസ് ബെറ്റർ ആയിരിക്കണം. അപ്പോൾ സാറ് പറഞ്ഞതിപ്പോൾ പിന്നെ പണ്ടൊക്കെ നമുക്ക് എൻ്റെ അപ്പ അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ ചെന്നാൽ ജോലി കിട്ടും എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇനി വേണ്ട. നമ്മൾ നല്ല പ്രൊഫഷണലി എല്ലാം നമ്മളൊരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലേക്കാണ് വരുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി തയ്യാറായിട്ട് വേണം വരാനെന്നാണ് സാറ് പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക. ഈ സൗദിയുടെ വളർച്ചയിൽ സാറിൻ്റെ ഈ അറിവ് അനുസരിച്ച് എന്താണ് അടുത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെന്നൊന്ന് പറയാൻ പറ്റും? മാറ്റങ്ങൾ മീൻസ് വലിയ വലിയ പ്രൊജക്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണെന്ന്? തീർച്ചയായിട്ടും. അതായത് സൗദിയുടെ ഇമേജ് തന്നെ കംപ്ലീറ്റ് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. നമ്മൾ ഇപ്പോൾ കണ്ടത് വേൾഡ് എക്സ്പോ വരാൻ പോകുന്നു ഇവിടെ, അതുകൂടാതെ തന്നെ വേൾഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്നു, ഇവിടെ സൗദി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സ്പോർട്സ് മേഖലയിൽ യൂറോപ്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിനെ, ലോകത്തുള്ള നമ്പർ 1 പ്ലേയേഴ്സ് സൗദിയിലേക്ക് അവർ ആകർഷിക്കും. അപ്പോൾ സ്പോർട്സ് മേഖലയിൽ വലിയൊരു മാറ്റമുണ്ട്. കൾച്ചറൽ മേഖലയിൽ ലോകത്തുള്ള വിവിധ കലാകാരന്മാർ സൗദിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കലാ മത്സരങ്ങൾ നടക്കുന്നുണ്ട്, കലാമേളകൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ലോകത്തുള്ള പല വലിയ മെഗാ കമ്പനീസ്, കോർപ്പറേറ്റ് കമ്പനികളും പല രാജ്യങ്ങളും അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡെസ്റ്റിനേഷനാണ്, ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. കാരണം അത്ര വികസന സാധ്യതകളാണുള്ളത്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യമാണ്. പിന്നെ അപ്പോൾ അതേ ഒരു മേഖലയിലല്ല. ഇപ്പോൾ ഉദാഹരണം നമ്മൾ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്, പല രാജ്യങ്ങളും പറയാറുണ്ട്. നമ്മൾ നോക്കാം ഇപ്പോഴും ഈ സൗദി അറേബ്യയിൽ കാണുന്ന ഒരു മാറ്റം, ഇവിടുത്തെ പിന്നെ വനിതകളൊക്കെ വളരെ കാലിബറുള്ളവരാണ്, നല്ല ഫോർവേഡാണ്, നല്ല ഒരു ടാസ്ക് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് അവർ ചെയ്യാൻ. കാരണം എന്തുകൊണ്ട് അവർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഈ ചേഞ്ചസ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയൊരു ബഡ്ജറ്റ് അലോക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിക്കുകയും ഇവിടെ തന്നെ നല്ല വിദ്യാഭ്യാസ സാധ്യതകൾക്ക് കളമൊരുക്കിയിട്ടാണ് ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ആ ചേഞ്ചിൽ ഈ വന്ന യൂത്തുകൾ ആ ചേഞ്ചിൽ അവർ അക്സെപ്റ്റബിളായി, അവർ വലിയൊരു അവരുടെ കുടുംബം തന്നെ സോഷ്യലി ചേഞ്ചായി, കൺട്രി ലെവലിൽ ചേഞ്ചായി. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ കൺട്രിയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല. അപ്പം വനിതാ ഡ്രൈവിങ് അപ്പോൾ തന്നെ, അതായത് ഈ പിന്നെ മോട്ടോർ മേഖലയിൽ, മെക്കാനിക്കൽ മേഖലയിലൊക്കെ വലിയ മാറ്റം ഉണ്ടായി. പിന്നെ ഈ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഷോറൂമുകളൊക്കെ ഭയങ്കര സെയിലാണ് റോഡുകളിലൊക്കെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇൻ്റർ കണക്റ്റഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വലിയ, അപ്പോൾ അതേ രീതിയിൽ വലിയൊരു വികസന സാധ്യതയാണ് സൗദിയിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇമേജ് നമ്മൾ കാണേണ്ടത് പുറത്തുനിന്ന് കാണുന്ന സൗദി അല്ല. അപ്പോൾ നമ്മൾ വരണം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പം ടൂറിസ്റ്റ് വിസ ഉണ്ട്, ബിസിനസ് വിസിറ്റ് വിസ ഉണ്ട്, ഫാമിലി വിസിറ്റ് വിസ ഉണ്ട്, ഉംറ വിസിറ്റ് ഉണ്ട്. പണ്ട് ഈ വിസകളൊന്നും ഇങ്ങനെയൊന്നുമില്ല. ഇപ്പം ഫാമിലി വരാനും പോകാനും ഇപ്പോൾ ഒരു ഈസിയാണ്. എപ്പോൾ വേണം, ഇപ്പോൾ നാളെ സൗദിക്ക് വരണമെന്ന് വിചാരിച്ചാൽ ഒരു വിസ കൊടുത്താൽ ആൾക്ക് ഇവിടെ എത്താം. അപ്പോൾ ഒരു ഉംറ വിസയിൽ വന്നിട്ട് പോവാം. അതുകൂടാതെ തന്നെ ട്രാൻസിറ്റ് വിസ ഉണ്ട്. അതായത് ഇപ്പം എയർപോർട്ടുകളിലേക്ക് 3 ദിവസം ഇപ്പം സൗദി എയർലൈൻസ്, നാസ് എയർലൈൻസിലൊക്കെ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ എടുത്താൽ അവർ നമ്മളത് ആപ്ലിക്കേഷൻ അത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരാൾക്ക് വന്നു പോകാൻ വളരെ ഈസിയാണ്. അപ്പോൾ അത്രയും വലിയൊരു മാറ്റമുണ്ട് സൗദി. പിന്നെ അതുകൂടാതെ നമ്മൾ കാണേണ്ടത് ഈ നമ്മൾ ദൂരെ നിന്ന് പറയലല്ല, ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ എത്ര ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ നോക്കുക, ഈ ഏതെങ്കിലും ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഈ എല്ലാ ഓഫീസുകളിലൊക്കെ പോകാം. അവരൊക്കെ വലിയ ഓഫീസർമാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂമാനിറ്റേറിയൻ ഗെസ്റ്ററുള്ള, വളരെ സിമ്പിൾ, അവർ ഹാർട്ട്ലി വളരെ ലവ്ഫുള്ളാണ്. നമ്മളൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് കാര്യം അവരുടെ പറഞ്ഞാൽ അവർ തന്നെ അതിന് വന്ന് പരിഹാരം ഉണ്ടാക്കാൻ, നമ്മളൊക്കെ ഏറ്റെടുത്ത് ഒരു വിഷയം പോലും പരിഹരിക്കാതിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഓഫീസർമാർക്കൊക്കെ അതിനാ ഒരു ഹെൽപ്പിംഗ് നേച്ചറാണ്. അത് പൊളൈറ്റ്നെസ്. അതുകൂടാതെ തന്നെ നമ്മൾ അവരുടെ ട്രഡീഷനിൽ പോയി അവരൊരു ആഹാര രീതി ഉണ്ടല്ലോ. നമ്മൾ വലിയ ഓഫീസർമാരാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോൾ അവരും നമ്മളെ ആദ്യത്തെ ആ ഒരു സേവയുണ്ടല്ലോ ഭയങ്കരമാണ്. അത് വളരെ ആ സമയത്ത് അവരുടെ ഒരു സ്നേഹം
നമ്മുടെ വീട്ടിലെ സഹോദരന്മാരും അതിനപ്പുറമുള്ള ഒരു അട്രാക്ഷനിലാണ് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സാർ ഈ പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്, സാറിന് അറിയായിരിക്കാം, ഈ സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഒരു സിനിമ ഇന്ന് നാട്ടിലിറങ്ങി. അതിനുശേഷം ആളുകളൊക്കെ, അറിയാത്ത ആളുകളൊക്കെ ഇതാണ് സൗദി, ഇതാണോ സൗദി എന്നുള്ള ഒരു ഏതോ ഒരു വ്യക്തിക്ക് സംഭവിച്ച ഈ സാർ പറഞ്ഞ ഏതിനെ കുറിച്ചാണ്? ആടുജീവിതം. സാർ ഇത് കേൾക്കണം. ഈ ആടുജീവിതം കഥ എഴുതിയത് എനിക്ക് തോന്നുന്നു ഒരു 37 വർഷത്തിന് മുമ്പ് എഴുതിയ ഒരു കഥയാണ്. 37 വർഷത്തിന് മുമ്പുള്ള ഒരു കഥ. ഇന്ന് ഇത് 2025 ഇത്രയോ അഡ്വാൻസ്മെന്റ് ഉള്ള ഒരു കാലഘട്ടങ്ങളിൽ അതൊരു ചിത്രമാക്കുക തന്നെ അതിന് പ്രസക്തിയില്ല. മനസ്സിലായത്? കാരണം ആടുജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ കാലഘട്ടങ്ങളിലുണ്ടായ ഒരു കഥ എഴുതിയത് ഒരാൾ, ഒരു സംഭവം ചെറിയ രീതിയിൽ, അതൊരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ അതിൻ്റെ ഭാവനയിൽ അത് വ്യാപ്തീകരിച്ച് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. പക്ഷെ അവർ ജീവിതം ആ മേഖലയിലുള്ള ഒരു ജീവിതം അല്ലല്ലോ, ഇതൊരു യാത്രയായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവാണ്. നമ്മൾ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഒരു ബന്ധം, പീപ്പിൾ ടു പീപ്പിൾ കണക്റ്റഡ് ആവാനുള്ള, അതാണ് രാജ്യാന്തര ബന്ധങ്ങൾ. അപ്പോൾ നമ്മൾ പീപ്പിൾ ടു പീപ്പിൾ കണക്റ്റഡ് ആകുമ്പോഴാണ് ഇപ്പോൾ സൗദിയിലുള്ളവരും നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളൊരു ഇമേജാണ്, നമ്മൾ ഇവിടെ പറയപ്പെടുന്ന ഒരു വാക്കുകളാണ്, നമ്മുടെ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇമേജ് ആയിട്ട്. അപ്പൊ നമ്മൾ ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ രാജ്യത്തിന്റെ ഇമേജ് ക്രിയേറ്ററാണ്. അപ്പൊ അത് ജസ്റ്റ് വെറും പാഴ് വാക്കല്ല. അപ്പൊ നമ്മളെ പ്രവൃത്തിയും സ്വഭാവങ്ങളും നമ്മുടെ നന്മകളും അവരെ അട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മളെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഭിമാനമായിട്ട് ഇന്ത്യക്കാർക്ക് വീണ്ടും ഫ്യൂച്ചറിലേക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ പൂർവികരായ ആൾക്കാർ വന്നു പോയപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു സ്നേഹമാണ് ഇന്നും ഇന്ത്യക്കാരെ ആ റെസ്പെക്റ്റ്, ലവ് എന്തുകൊണ്ടാണ്, അതാണ്. അപ്പം അതേ മേഖലയിൽ നമുക്ക് എത്രയോ പോസിറ്റീവായ കഥകളുണ്ട്, ഇതെല്ലാം കാര്യങ്ങളുണ്ട്. ഇവിടെ അതിനെ ആസ്പദമാക്കിയുള്ളതായ ചിത്രീകരണങ്ങൾ വരണം. അപ്പം ജനങ്ങൾ തമ്മിൽ അടുപ്പിക്കണം. അതായത് ജനങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹപരമായിട്ട് ഹൃദയങ്ങൾ ബന്ധത്തിൽ അടുപ്പിക്കണം. അപ്പോൾ നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് ലവ് ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ജനങ്ങളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കൂടുതൽ ശക്തമാണ്. അപ്പോൾ പരസ്പരം ഇന്നത്തെ യോഗം, ഇന്നത്തെ തലമുറ പണ്ടുള്ള ആ ഒരു തലമുറ മനസ്സിലാക്കാൻ ഹിസ്റ്റോറിക്കൽ ലെവലിലേക്ക് പോകുന്നില്ല, ചരിത്രം പഠിക്കുന്നില്ല. പഠിക്കാൻ നമ്മൾ ഇവിടെ മുതൽ പുതിയ ചരിത്രങ്ങൾ തുടങ്ങണം ഈ പുതുതലമുറയ്ക്ക് വേണ്ടി. കാരണം അവർക്ക് ആരും വായനാശീലമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഷോർട്ട് ഫിലിമുകളോ അല്ലെങ്കിൽ നല്ല പടങ്ങളോ അങ്ങനെ ഒക്കെ വരാം, പലതും ചിത്രീകരണങ്ങളൊക്കെ വരാം. അപ്പം നമ്മളെ ഈവൻ സംസാരങ്ങൾ പോലും, എഴുത്ത് ബുക്കുകൾ പോലും, ഇതൊക്കെ ആ ലെവലിലേക്ക് സോഷ്യൽ മീഡിയ റൈറ്റിങ്ങും ഒക്കെ പുതുതലമുറകളിലേക്കുള്ള മാറ്റങ്ങൾ അവരുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഇന്ത്യയും തമ്മിലൊക്കെ കൂടുതൽ പുതുതലമുറകളെയൊക്കെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ്, ഹൃദയങ്ങൾ സ്നേഹം കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ കൾച്ചർ എന്താണ്, അറബ് കൾച്ചർ എന്താണ് പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിലൊരു സ്നേഹം ഉണ്ടായി. നമ്മളെന്തെങ്കിലും ഈ അറിയാത്ത ഉള്ള ഒരു ചിന്തയുണ്ടല്ലോ, അത് അങ്ങ് മാറും, ഊഹം മാറി യാഥാർത്ഥ്യത്തിലേക്ക് പോകും. അപ്പോൾ അതിൽ അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ബയലാറ്ററൽ സ്ട്രെങ്തനിങ് ഉണ്ടാവും. സാർ ഇവിടെ പറഞ്ഞത് 37 വർഷം മുന്നേ ഉള്ളൊരു സ്റ്റോറിക്ക് ആസ്പദമായിട്ടുള്ള ഒരു സിനിമ വന്ന് അത് വെച്ചിട്ട് ആ രാജ്യത്തെ ശരിക്കും അത് ഇവിടെ ഉണ്ടല്ലോ അറബ്സിന്റെ ഇടയിൽ നമ്മളെ ഇന്ത്യക്കാരെ, ഞാൻ ഒരു പ്രാവശ്യം ഒരു ഓഫീസിൽ പോയപ്പം അവരിങ്ങനെ ചോദിച്ചു, അപ്പോൾ ആ ചെന്നപ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടായി. നമ്മൾ ഇന്ത്യക്കാരിൽ നിന്ന് ആ ഒരു ഫിലിം വന്നപ്പം അവർക്കൊരു പ്രയാസം ഉണ്ടായി. അപ്പോൾ അങ്ങനെ എന്താണ്, അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഞാനത് വിശദീകരിച്ചു. എന്തുകൊണ്ട് അതൊരു കൊമേഴ്സ്യൽ ലെവലിൽ, ഒരു ബിസിനസ് ലെവലിൽ അവർ ചെയ്തതാണ്. രാജ്യങ്ങൾ തമ്മിൽ രാജ്യത്തിന് യാതൊരു ബന്ധവുമില്ല, ഇന്ത്യക്കാർക്ക് ആർക്കും അതിന് യാതൊരു ബന്ധമില്ല. ഒരു വ്യക്തി ഒരു വ്യവസായം പോലെ അവരുടെ ഒരു ബിസിനസ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടി ചെയ്ത ഒരു കഥയാണ്, അല്ലെ ഒരു ഫിലിമാണ്. അതിനകത്ത് ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ രാജ്യത്തിനോ ഒന്നും യാതൊരു ബന്ധമില്ല നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരുപാട് നമുക്ക് തെറ്റിദ്ധാരണകൾ വരുത്തി. കാരണം അത് നമ്മളെ ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 28 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. ഇത്രയും ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ ജസ്റ്റ് ഒരാളുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ രാജ്യങ്ങളെ ബന്ധങ്ങളെ ബാധിക്കും. നമ്മൾ ജനങ്ങൾ ഇവിടെയുള്ള നമ്മുടെ 27-28 ലക്ഷം ഇന്ത്യക്കാർ തൊഴിൽ ചെയ്തിരിക്കുമ്പോൾ അവിടെയുള്ളവരെ ആ തൊഴിൽ എൻവയോൺമെന്റിനെ അത് ബാധിക്കും, നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കും. അതൊക്കെ ആലോചിച്ച് വേണം നമ്മൾ ഇങ്ങനെയൊക്കെ
നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആശയവിനിമയ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് മറ്റുള്ളവരുടെ മറ്റൊരു രാജ്യത്തിന്റെ മേലിൽ നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു ബൈലാറ്ററൽ ബന്ധങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ബന്ധങ്ങൾ തകർക്കുന്ന രീതിയിലോ നമ്മുടെ ഫ്യൂച്ചറിലെ ബന്ധങ്ങളിലെ ഒഴിവാക്കുന്ന രീതിയിലോ ആവാൻ പാടില്ല. അപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക, നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ഇസ്ലാമിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് നമ്മുടെ സൗദിയുടെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്നതാണ്. അല്ലാതെ ഈ പഴയ ഒരു 37 വർഷം മുന്നുള്ള കഥയെ ആസ്പദമാക്കിയിട്ടുള്ള അത്തരം മോശമായ പ്രവർത്തികൾ നമ്മളാരും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനി സാറേ, എനിക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, നമ്മൾ ടെക്നോളജികൾ ഒരുപാട് ഒരുപാട് പുരോഗമിച്ചു നമ്മൾ. അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾക്കൊരു വിസ എടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് അതിന് വരാനൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ആയി. ഒട്ടനവധി സൗകര്യങ്ങൾ ഉണ്ടായാൽ പോലും ഈ മലയാളികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും ഈ വിസ തട്ടിപ്പിൽ കുടുങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ കുടുങ്ങുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? വിസ തട്ടിപ്പിൽ കുടുങ്ങാതിരിക്കാൻ എന്താണ് ഒരു മാർഗം? അതായത് ഇപ്പോഴേ വിസ തട്ടിപ്പിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അത് കാരണം ഒരു വിഭാഗം ആൾക്കാർ അതിൻ്റെ ഒരു ചൂഷണ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് വർഷങ്ങളായിട്ടുള്ള അവർ ആ മേഖലയിൽ പേര് മാറ്റി വീണ്ടും വരാറുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്, സൗദി ഗവൺമെൻറ്റൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ഇൻ്റർനാഷണൽ ലേബർ ലോസിൽ അവർ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് ലേബർ നിയമങ്ങൾ സൗദിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം പണ്ടത്തെ ഒരു നിയമമല്ല, അപ്പം ഒരു UN അംഗീകൃതമായ രീതിയിലുള്ള ഒരു തൊഴിൽ സംവിധാനമാണ്, സാഹചര്യമാണ് സൗദിയുടെ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ നാട്ടിലും ആ അവയർനെസ് നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ മാറുന്ന നിയമങ്ങൾ നമുക്കൊരുപാട് റൈറ്റ് ഉണ്ട്. തൊഴിൽ മേഖലയിൽ നമ്മളൊരു എഗ്രിമെന്റ് ബേസിൽ വരുമ്പം ഇപ്പം നേരത്തെയുള്ള കഫാല സിസ്റ്റം സൗദിയിലില്ല. ഇപ്പം ജോബ് പ്രൊവൈഡർ എന്നാണ്, സ്പോൺസർ അല്ല, ജോബ് പ്രൊവൈഡർ എന്നാണ്. ഇപ്പം നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കോൺട്രാക്ച്വൽ ബോണ്ടിങ് കറക്റ്റായിട്ട് കോൺട്രാക്ച്വൽ ഇപ്പം നമ്മൾ വരുന്ന ഒരു വർഷത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ആ കോൺട്രാക്ട് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് നാളെ ഒരു സ്പോൺസർ മാറാം, അല്ലെങ്കിൽ എനിക്ക് എക്സിറ്റ് പോകാം. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, അങ്ങനെ പറ്റില്ല. അപ്പം ആ മേഖല തന്നെ വലിയൊരു മാറ്റമായി. ഇപ്പം എന്തെങ്കിലും കോൺട്രാക്ച്വൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, വയലേഷൻ ഉണ്ടായാൽ നമുക്ക് സമീപിക്കാനുള്ള ഒഫീഷ്യൽ അതോറിറ്റീസ് ഉണ്ട്, ഡോറുകളുണ്ട്. ഇപ്പം ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് ഹിവ പോർട്ടലുണ്ട്. അപ്പം നമ്മളൊരു സ്പോൺസർക്കും ഉണ്ട്, അത് അതേപോലെ എംപ്ലോയിക്കും ഉണ്ട്. അപ്പം നമ്മൾ ആ കിവ പോർട്ടൽ നമുക്ക് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, നമ്മളിപ്പോൾ 1 വർഷത്തെ കോൺട്രാക്റ്റാണ് വന്നത്, ഈ 3 മാസം പ്രൊഫഷണൽ പീരീഡിലായിരിക്കും. ഈ പീരീഡിനുള്ളിൽ നമുക്ക് ജോബ് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകാം. നമ്മൾ കിവയിൽ രജിസ്റ്റർ ചെയ്യണം, അത് നമ്മളെ പ്രയാസം ഇന്നതാണ്, അവർ കോൺട്രാക്റ്റുകൾ വയലേറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് വരുമ്പോൾ ഞാൻ 3 മാസം മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 കിവൽ രജിസ്റ്റർ ചെയ്ത ഒഫീഷ്യലി തന്നെ നമുക്ക് ജോബ് മാറാനും കോൺട്രാക്ട് കഴിയുമ്പോൾ എക്സിറ്റ് പോകാനോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് മാറാനോ ഒരു പ്രൊവിഷനുണ്ട്. അപ്പം തൊഴിൽ മേഖലയിൽ തട്ടിപ്പ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നാട്ടിൽ ഇതെന്താ വരുന്നത്, ഈ ഇപ്പം ഇവിടെ മെഗാ റിക്രൂട്ട്മെന്റ് കമ്പനികളുണ്ട്, ഈ മെഗാ റിക്രൂട്ട്മെന്റ് കമ്പനികളും ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ ചെറിയ നമ്മുടെ കമ്പനികളും എസ്റ്റാബ്ലിഷ്മെൻറ്റൊക്കെ അവരുടെ സ്പോൺസർമാർ ലെവലിൽ അവർ നാട്ടിൽ നിന്ന്, ഇപ്പം നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ ഇ-മൈഗ്രേറ്റ് സിസ്റ്റം ഉണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിനാണ് ഇ-മൈഗ്രേറ്റ് സിസ്റ്റം. തൊഴിൽ കരാർ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പോർട്ടൽ രജിസ്റ്റർ ചെയ്താണ് ഇ-മൈഗ്രേറ്റ് സിസ്റ്റം. അപ്പം ഇവിടെ ഒരു തൊഴിലാളി വരണമെങ്കിൽ, ഒഫീഷ്യലി വരണമെങ്കിൽ ഇ-മൈഗ്രേറ്റ് സിസ്റ്റം വഴി കോൺട്രാക്റ്റ് അപ്രൂവലാക്കി വരുമ്പോൾ ഇന്ത്യൻ എംബസിയിൽ നമ്മൾ കംപ്ലീറ്റ് ഡേറ്റ ഉണ്ടാവും, സ്പോൺസറെ കുറിച്ചും ഈ വ്യക്തി ആരെക്കുറിച്ചും ഒക്കെ. അത് എല്ലാ മേഖലയിലും, ഡൊമസ്റ്റിക് മേഖലയിൽ പോലും ഉണ്ട്, പ്രൊഫഷണൽ മേഖലയിലും ഡൊമസ്റ്റിക് മേഖലയിലും എല്ലാ മേഖലയിലും ഉണ്ടത്. അപ്പോൾ നമ്മളെ കഴിവത് നമ്മൾ നോക്കണം, ആ കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ഉണ്ടോ, അത് നമ്മൾ ഇ-മൈഗ്രേറ്റ് സിസ്റ്റം വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇനി അഥവാ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ സ്പോൺസർ ഒപ്പിട്ട ഡോക്യുമെൻ്റ് ഉണ്ടോ, പരസ്പരം ഒപ്പിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അവിടെ വെച്ച് നാട്ടിൽ വെച്ച് റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകൾ ചിലത് തട്ടിപ്പുകാരുണ്ട്, ചിലവരൊക്കെ നല്ലവരുമാണ്, എല്ലാവരും നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. മിക്കപ്പോഴും സ്പോൺസർമാർ ഇവിടെ വിസ കൊടുക്കുന്നത് ഫ്രീ ആയിട്ടായിരിക്കും. നാട്ടിൽ ഇപ്പോൾ അവർ ചിലർ അതിന് ഇത്ര ചിലവുണ്ട്, സാധാരണ ഒരു മീഗർ എക്സ്പെൻസ്, ഒരു എല്ലാവരും ബിസിനസ്സിന് ഒരു ചെറിയ ലാഭം ഉണ്ടാവും, ഒരു എമൗണ്ട് കൊടുത്ത് വരുന്നതിന് അതെ വലിയ എമൗണ്ട് വാങ്ങി ചൂഷണം ചെയ്യുക. ഇവിടെ വരുമ്പോൾ
പിന്നെ ഈ കമ്പനി ആയിരിക്കത്തില്ല, വലിയ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ഇന്നെങ്കിൽ സബ് കോൺട്രാക്ടേഴ്സ് ആയിരിക്കും അവർ ജോബ് പിന്നെ വർക്കേഴ്സിന് സപ്ലൈ ചെയ്യുന്നവരായിരിക്കും. ഈ സപ്ലൈസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ അവർ 100 ജോലിക്കാരെ കൊണ്ടുവരും, ഇന്ന കമ്പനിയിൽ ജോലി ഉണ്ടെന്നും പറഞ്ഞായിരിക്കും കൊണ്ടുവരുന്നത്. ആ ജോലി കമ്പനിയിലായിരിക്കത്തില്ല, തൊഴിലാളി അവിടെ വെച്ച് ഒപ്പിടുന്നത് ഇന്ന കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നു എന്ന് അവരറിയുന്നില്ല. ഇത് റിക്രൂട്ട്മെന്റ് പിന്നെ സബ് റിക്രൂട്ട്മെന്റ് ആണെന്ന് അറിയത്തില്ല, ഡയറക്റ്റ് ആണെന്ന് അവരറിയുന്നില്ല. കമ്പനിയുടെ പേര് വലിയ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തി ഇവിടെ വരുമ്പോൾ ഈ മാനസികമായി തകർന്നു പോകും. ചിലപ്പോൾ ജോബിൽ കൊണ്ടിടുന്നത് കഴിഞ്ഞാൽ ഇവരുടെ അവിടുത്തെ എഗ്രിമെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 10 പേരെ അവിടെ ജോലി ഉണ്ടാവും, 100 പേരെ കൊണ്ടുവരും, ബാക്കി 90 പേരെ വേറെ ഏതെങ്കിലുമൊക്കെ സ്കാറ്റർ ചെയ്ത് പലയിടത്ത് വിടും. അപ്പോൾ അവിടുത്തെ തൊഴിൽ സാഹചര്യം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, മാനസികമായി തകരും, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ 100% നാട്ടിൽ വെച്ച് തന്നെ നമ്മൾ ഒപ്പിടുക, എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങി കിട്ടിയോ എന്ന് ഉറപ്പ് വരുത്തുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വരാൻ കഴിയും. പിന്നെ ഡോക്ടർമാർ, നഴ്സുമാർക്കൊക്കെയാണ് ഇപ്പോൾ നോർക്ക പോലെയുള്ള പിന്നെ ഗവൺമെന്റ് ഏജൻസി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ ഇപ്പം തട്ടിപ്പ് വളരെ കുറവാണ്. എങ്കിൽ പോലും അവിടെയും ഇപ്പോഴും അവിടെയും ചെറിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ കുറച്ച് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല, എന്നും നടക്കില്ല, എങ്കിലും 10% ഒരു ചെറിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തിരിച്ചു പോകാനും, അതുകൊണ്ട് തന്നെ ഇവിടെ സൗദിക്കുമുണ്ട്, ഒരു എംപ്ലോയർക്കും അതിൻ്റെ റൈറ്റ് ഉണ്ട്. പരസ്പരം നമ്മൾ വന്നിട്ട് നമ്മുടെ ഭാഗം മാത്രം നോക്കരുത്. അവർ വിസ തന്നു, ടിക്കറ്റ് തന്നു, അവർ നമ്മളെ റിക്രൂട്ട് ചെയ്ത് വരുന്നു, ഇക്കാമ അടിക്കുന്നു, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ റൈറ്റ് നമ്മൾ മാനിച്ചു വേണം നമ്മളൊരു പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ജോബ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പരസ്പര ധാരണ ഉണ്ടാവണം. കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ചകളും അംഗീകരിച്ചും ഒക്കെ പോകണം. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ നല്ലോണം അവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ നോക്കി മനസ്സിലാക്കി വ്യക്തമാക്കിയതിന് ശേഷം മതി ഒരു പുതിയ ആൾ ഇവിടെ വരുമ്പോൾ വരിക. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാം പിന്നെ നമുക്ക് ഓൺലൈൻ സിസ്റ്റം വഴി നമുക്ക് ചെയ്യാൻ കഴിയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ മേഖലയിൽ അങ്ങനെയുള്ള തട്ടിപ്പ് ഒരു സാധ്യത ഇല്ല, വളരെ കുറവ്, വളരെ റെയറാണ്. പിന്നെ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് മേഖലയിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അൺസ്കിൽഡ് അവർക്ക് അറിയത്തില്ല, വിദ്യാഭ്യാസപരമായിട്ട് ഏതെങ്കിലും ഒരു ലോക്കൽ ഏജന്റ് ആയിരിക്കും അവരത് പൈസ മേടിക്കും. ഏജന്റ് എന്താ പറയുന്നത്, ഈ റിക്രൂട്ട്മെന്റ് ഓഫീസുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണും. അവർ പിന്നെ ഈ ഫ്രണ്ടിലും ഇല്ല ബാക്കിലും ഇല്ല, അവർ വിളിച്ചാൽ ഫോണും കിട്ടൂല. അങ്ങനെ അൺസ്കിൽഡ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പാണ്. അവരെയാണ് അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റുകളാണ് ഈ അൺസ്കിൽഡ് മേഖലകളിലുള്ള തട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഈ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റുകളെ ഒരു പ്രാവശ്യം നോട്ടീസ് ചെയ്ത് അവരെ വാച്ച് ചെയ്യാനും അവരെ അറസ്റ്റ് ചെയ്യാനും അവരെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് ഗവൺമെൻറ് ശക്തമായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് നടക്കും. ഒന്ന്, മിക്കപ്പോഴും കണ്ണടക്കല. ഇതാണ് ഇത് ആവർത്തിക്കാനുള്ള കാര്യം. പിന്നെ ചില റിക്രൂട്ട്മെന്റ് കമ്പനികൾ എന്താ ഇന്നൊരു പേരിട്ടിട്ട് നാളെ അവർ പേര് മാറ്റി വേറെ രീതിയിൽ ചെയ്യും. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതാണ്. പിന്നെ ഡൊമസ്റ്റിക് മേഖലയിൽ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇപ്പോൾ ഹൗസ് മെയ്ഡ്, ഇപ്പോൾ അതുകൂടാതെ തന്നെ ഹാരിസ്, കുക്ക്, അങ്ങനെയൊക്കെ വരുമല്ലോ. ഈ മേഖലയിൽ ഇപ്പം തൊഴിൽ കരാറുണ്ട്, അതിലുണ്ടല്ലേ. അതും നമ്മൾ തൊഴിൽ കരാർ ഇപ്പം ആധുനികപരമായിട്ട് സൗദി അറേബ്യയിൽ ഇപ്പം ഡൊമസ്റ്റിക് മേഖലയിലും തൊഴിൽ കരാറുണ്ട്. അവർക്കും സർവീസ് ബെനിഫിറ്റ് കിട്ടാൻ റൈറ്റ് ഉണ്ട്. നേരത്തെ ഇപ്പം പിന്നെ ഡൊമസ്റ്റിക് മേഖലയിൽ ഇല്ലായിരുന്നു. സർവീസ് ബെനിഫിറ്റ് പറഞ്ഞാൽ ഒരു 10 കൊല്ലമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അവർക്ക് 10 വർഷം ജോലി 2.5 മാസത്തെ ശമ്പളം കിട്ടാൻ ഹൗസ് ഡ്രൈവർ ആണെങ്കിലും റൈറ്റ് ഉണ്ട്. ഹൗസ് മെയ്ഡിനും ഉണ്ട്, ഹൗസ് ഡ്രൈവർക്കും ഉണ്ട്, ഷെപ്പേഡിന് വരെ ഉണ്ട്. എന്നാൽ നമ്മുടെ ആൾക്കാർ ഈ മേഖലയിൽ വരാതിരിക്കലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. എൻ്റെ ഒരു സജഷൻ. കാരണം വരണം, എല്ലാവരും വരാതിരിക്കലെന്നല്ല ഞാൻ പറയുന്നത്. നല്ല ഒരുപാട് പിന്നെ സൗദികളുണ്ട്, അറബ്സ് ഉണ്ട്. അവര് എല്ലാവരും അല്ല, ചിലയിടത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പം അവിടെയും റെസ്റ്റ് ഉണ്ട്. ഇപ്പം അവർക്കും നേരത്തെ തൊഴിൽ മേഖലയിൽ ഇപ്പം അവർക്ക് ആഴ്ചയിൽ ഇത്ര മണിക്കൂർ റെസ്റ്റ് കൊടുക്കണമെന്നുണ്ട്, ആഴ്ച ഒരു ദിവസം കൊടുക്കണമെന്ന്, ഇത്ര മണിക്കൂർ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ എന്നുണ്ട് ഡൊമസ്റ്റിക് മേഖലയിലുണ്ട്. ഇപ്പം അതാ ഞാൻ പറഞ്ഞ സൗദി അറേബ്യയുടെ നിയമങ്ങൾ ഒരുപാട് ചേഞ്ച് വന്നു. അപ്പം അത് ലേബർ മേഖലയിലും വന്നു. അപ്പൊ ആ മാറ്റം നമ്മുടെ നാട്ടിലുള്ളവർ അറിയുന്നില്ല, അവെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ റൈറ്റ് എന്താണെന്ന്. ഇപ്പൊ പ്രൊഫഷണൽ ആണെങ്കിലും അൺസ്കില്ലാണെങ്കിലും ഡൊമസ്റ്റിക് മേഖലയിലാണെങ്കിൽ ഈ മേഖലയിലുള്ളവർ ആദ്യമേ സൗദിയുടെ ലേബർ ലാ എന്താണെന്ന് എൻ്റെ റൈറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് പിന്നെ
ഈ വരുന്നവർ ആദ്യം എന്ത് ചെയ്യണം, ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് അറിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് ഫ്രീഡം ഒക്കെ നമ്മൾക്കുണ്ട്. പക്ഷേ നമ്മളൊരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാവണം. സാറും ഞാനും എല്ലാവരും തയ്യാറാവണം. അപ്പം ഇവിടുത്തെ ലോയിൽ ആണ് ഞാൻ ബൗണ്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഒരു പ്രീ ഡിപ്പാർച്ചർ കോഴ്സുകളുണ്ടല്ലോ, ഒരു ചെറിയ അവയർനെസ്, ഈ രാജ്യത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ്. അല്ലാതെ ഞാൻ എൻ്റെ നാട്ടിൽ ഇങ്ങനെയായിരുന്നു അങ്ങനെ ആവാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് വേണം, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ അതാത് സ്റ്റേറ്റിൽ നിന്ന് പോകുന്നവർക്ക് പ്രീ ഡിപ്പാർച്ചർ കോഴ്സുകൾ, ഒരു ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകൾ ഓൺലൈനായിട്ട് കൊടുത്താലും മതി. അപ്പോൾ അവർക്കൊരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ജോബിൽ പോകുന്നവർക്ക് അപ്പോൾ ഇന്ന അവയർനെസ് അവർക്ക് ഓൺലൈൻ അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. പ്രീ ഡിപ്പാർച്ചർ കോഴ്സുകൾ. അതുകൂടാതെ തന്നെ സ്കില്ല് ആൾക്കാരാണെങ്കിലും അൺസ്കില്ലാണെങ്കിലും ഇപ്പോൾ ഏത് തൊഴിലിനാണ് പോകുന്നതെങ്കിൽ അവർക്ക് ആ മേഖലയിൽ ഒരു ചെറിയ പരിചയം, തൊഴിൽ നൈപുണ്യം എന്ന ചെറിയൊരു ബ്രീഫ്, ഒരു ഷോർട്ട് ടൈം കോഴ്സുകൾ എന്തൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ അരുതാത്തത് എന്ത് എന്നുള്ളത് നിയമപരമായിട്ട്. ഇപ്പം ഞാൻ പോകുന്ന ഒരു പ്ലംബറായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറ്റു ഏതെങ്കിലും ആണെങ്കിൽ, ഇപ്പം IT പ്രൊഫഷനുകളുണ്ടല്ലോ, ആ പ്രൊഫഷനിലൊക്കെ നമുക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്, പ്രീ ട്രെയിനിങ്. ഇപ്പം നമുക്കൊരു ജോലിക്ക് പോകുമ്പോൾ അവിടെ ആദ്യം വരുമ്പോഴാണ്, ആ ആദ്യത്തെ ദിവസങ്ങളാണ് നമുക്കൊരു ടാസ്ക് വരുമ്പോൾ അത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഈവൻ ഒരു ഡ്രൈവർ തന്നെ വണ്ടി ഓടിക്കുമ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഓട്ടോമാറ്റിക്കും എല്ലാം ഉണ്ട്, ആ പേടി ഒഴിവാക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു ട്രെയിനിങ് ഒരു IT പ്രൊഫഷനിൽ വരുന്ന ഒരാൾക്ക് അവർക്ക് ഇപ്പം ഇവിടെ അതുകൂടാതെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം തൊഴിൽ സർട്ടിഫിക്കറ്റ്, ഇപ്പം എൻ്റെ തൊഴിൽ എന്താണോ, എൻ്റെ സർട്ടിഫിക്കറ്റ് എന്താണോ അതനുസരിച്ച് വരുന്ന പ്രൊഫഷനിൽ നമ്മൾ ആ കോഴ്സ് പാസ്സാവണം. ക്വാളിഫൈഡ് ആണോ എന്ന് അത് നിർബന്ധമുണ്ട്. ഇപ്പം ടെസ്റ്റ് ഉണ്ട്, തൊഴിൽ ടെസ്റ്റ് പാസ്സായെങ്കിലേ വരാൻ കഴിയുള്ളൂ. ഹൗസ് മെയ്ഡ് ആണെങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഹൗസ് മെയ്ഡ് ഇല്ല എങ്കിലും ഹൗസ് മെയ്ഡിന് വേണം, അവർ പഠിക്കണം എങ്ങനെയാണ് അവർ അറബിക് ചെറിയ എങ്ങനെയാണ് ഹൗ ആർ യു, അവർ പറയുന്ന ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഒരു ചെറിയ അറബിക്ക് അവയർനെസ് കൊടുക്കണം. കുക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അവരുടെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് ആ മേഖലയിൽ. അപ്പൊ ഞാൻ പറഞ്ഞ ഏത് മേഖലയിലാണെങ്കിലും ഗവൺമെന്റുകൾ ഈ പ്രീ ഡിപ്പാർച്ചർ കോഴ്സുകൾ കൊടുക്കണം. അവയർനെസ് പ്ലസ് പ്രീ ഡിപ്പാർച്ചർ ഇവർ ട്രെയിനിങ് കൊടുക്കണം. അത് എല്ലാ സ്റ്റേറ്റുകാരും അത് ചെയ്യണം. കേരളം മാത്രമല്ല, ഇപ്പം കേരളത്തിന് ഓർക്കയുണ്ട്, പ്രീ ഡിപ്പാർച്ചർ കോഴ്സുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കും അങ്ങനെ അറിയുന്നില്ല, പോകുന്നില്ല. സത്യത്തിൽ ചിലപ്പം കോഴ്സുകളൊക്കെ ഉണ്ടായിരിക്കാം, ഈ വരുന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവാത്തതുകൊണ്ടായിരിക്കാം അല്ലേ. അല്ലെങ്കിൽ അവർക്കത് കിട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രയാസമില്ലാതെ നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. അതെ. ഇനി അഥവാ നമ്മൾ ഇതൊക്കെ എല്ലാം വിസയൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട ആളുകളായിരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ സ്വീകരിക്കാൻ ആളില്ല. ഇന്നൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇനി ഇല്ലാത്തൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊരു വിസ ഒരു ജോലിക്ക് ആവശ്യാർത്ഥം സൗദി അറേബ്യയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക നിയമപരമായിട്ടുള്ള ഒരു റൂം കണ്ടെത്തുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ചിലതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് വെച്ച് നമ്മൾ, ഉദാഹരണത്തിന് നമ്മൾ പാസ്പോർട്ടിലൊരു സീൽ ഇവിടെ വന്നിട്ടില്ല, ഇറങ്ങിയിട്ട് ഒരു സീൽ അടിച്ചിട്ടില്ല, ബൈ മിസ്റ്റേക്ക് അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു അനധികൃതമായി വന്ന ആൾ പറയും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് സാറിന് ഒന്ന് വിശദീകരിക്കാം. ഞാൻ പറയുന്നത് ഇപ്പം സീൽ അടിക്കാതെ ഗേറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ജിദ്ദെന്ന് പോയപ്പോൾ ഗേറ്റ് വഴിയാണ് പോയത്. നമ്മളെ പാസ്പോർട്ട് അങ്ങോട്ട് വെച്ചാൽ കണ്ണ് സ്കാൻ ചെയ്ത് നമ്മളൊക്കെ പോയി, ഇമിഗ്രേഷൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ അഡ്വാൻസ് ആയി വരുന്ന ഒരു മാറ്റത്തിലേക്കാണ് അറബ് രാജ്യങ്ങൾ വരുന്നത്. ലോകം തന്നെ മാറുന്നത്. അപ്പോൾ എയർപോർട്ടുകളിൽ ഇപ്പം പിന്നെ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് അതിനൊന്നും വരാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. ഇപ്പം ഇല്ലെങ്കിൽ സിസ്റ്റത്തിലുണ്ടാവും. കാരണം അവർ സീൽ അടിച്ചില്ലെങ്കിലും സിസ്റ്റത്തിൽ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ എൻട്രി നമ്പർ എഴുതുമായിരുന്നു. ഇപ്പം മിക്കപ്പോഴും എൻട്രി നമ്പർ എഴുതുന്നില്ല, നമ്മളെ സിസ്റ്റത്തിൽ പോയി നമ്മളെ നമ്പറും വിസ നമ്പറും അടിച്ചു കൊടുത്താൽ എൻട്രി നമ്പർ കിട്ടും. അപ്പൊ അതേ ലെവലിൽ ടെക്നോളജി മാറി. തന്നെ ലേബർ ഈ അടുത്ത സമയത്ത് തന്നെ ലേബർ എല്ലാം കണക്ട് ചെയ്ത് ജവാസാത്തും ഒക്കെ ഈ അപ്ഡേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മൾ ഗൂഗിളിൽ നമ്മൾ നോക്കിയാൽ ഏത് ഇൻഫർമേഷൻ ഫിംഗറിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ പുതിയതായിട്ട് വരുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്
ആദ്യം നമ്മുടെ ഇൻഫർമേഷൻ, ഞാൻ ഇന്ന ജോലിക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ അവയർനെസ് ഉണ്ടാവാൻ, വിദ്യാഭ്യാസം ആൾക്കാർ കുറഞ്ഞവരാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെയും കൊണ്ട് ഒന്ന് പഠിച്ചു വരിക. രണ്ടാമത് ഇവിടെ വന്നാൽ ഇപ്പോഴും എയർപോർട്ടുകളിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടത്തേക്ക് അനധികൃതമായി കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം മരുന്ന്. ഇപ്പം നമ്മൾ ഒരു കൂട്ടുകാരൻ ഒരു മരുന്ന് തന്നു വിടുക, നമ്മൾ പുതിയതായിട്ട് ഒരാൾ പോവുക, അപ്പം ഈ മരുന്ന് എൻ്റെ ആവശ്യത്തിനല്ല, വേറൊരാളുടെ ആവശ്യത്തിന്. എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ മെഡിക്കൽ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, നമ്മൾ ആ ഒരു പ്രിസ്ക്രിപ്ഷനോ ഒന്നും ഇല്ലാതെ ഒരു മരുന്ന് വാങ്ങി വരാൻ പാടില്ല, ആരാണെങ്കിലും. നമ്മൾ വേണ്ടത് പരിചയക്കാരാണെങ്കിലും. കാരണം ഇവിടെ മരുന്ന് കിട്ടുമല്ലോ, മരുന്ന് കിട്ടാത്തതല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ അഥവാ നമ്മൾ തന്നെ സ്വന്തം ആവശ്യത്തിന് കൊണ്ടുവന്നാൽ പോലും പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ, ഇപ്പോൾ അയാൾ രോഗിയായിരുന്നു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ തീർച്ചയായിട്ടും ആ മരുന്നിൻ്റെ 1 മാസം മരുന്നേ കൊണ്ടുവരാവൂ. അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവണം, ഡോക്ടറുടെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇതുണ്ടോ എന്ന് ഉറപ്പാക്കിയ ഒരു രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വരുന്നെങ്കിൽ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വരുമ്പോഴും കൊണ്ടുവരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ, ചില മരുന്നുകൾ നമ്മൾ നാട്ടിൽ അലൗഡാണ്, നമുക്ക് ഉപയോഗിക്കാൻ ഡോക്ടർമാർ അനുവാദം തരുന്നതാണ്. എന്നാൽ ചില മരുന്നുകളുണ്ട് ഇവിടെ, അത് നാർക്കോട്ടിക്സിൻ്റെ ഡ്രഗ്സിൻ്റെ അണ്ടറിൽ വരുന്ന ചില കണ്ടൻസ് ഉള്ള മരുന്നുകളുണ്ട്. എല്ലാം അല്ല, ചില കണ്ടൻസ് ഉണ്ടാവും. ചെറിയ കണ്ടൻസ് അതിലുണ്ടെങ്കിൽ ഇവിടെ അത് ബാനാണ്. അപ്പം നമുക്ക് നാട്ടിൽ അറിയത്തില്ല, ആ ബാൻ ലിസ്റ്റ് ഉണ്ട്, ബാൻ ലിസ്റ്റ് ഉണ്ട്. ഡ്രഗ്സിലെ കൺട്രോൾ മെഡിസിൻ എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ആ കൺട്രോൾ മെഡിസിനിൽ പെട്ട മരുന്നുകൾ നമ്മൾ ഒരിക്കലും കൊണ്ടുവരരുത്, ആര് തന്നാലും കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ മരുന്ന് കിട്ടിയാൽ കൺട്രോൾ മെഡിസിനിൽ പെട്ടയാണോ നോക്കാൻ ചെക്ക് ചെയ്യണം. അദ്ദേഹത്തിന് അറിയത്തില്ല, ആരെങ്കിലും കൊണ്ട് ചെക്ക്. ഇത് ഉറപ്പാണ്. ഇങ്ങനെ വരുന്ന ഒത്തിരി ആൾക്കാർ മരുന്ന് കൊണ്ടുവന്ന് ജയിലിലായ ഒത്തിരി ആൾക്കാരുണ്ട്, 6 മാസം ജയിലിൽ. അവർ നിരപരാധികളാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് അയാൾ പേഷ്യന്റ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതായത് ഇങ്ങനെ ഒരു ഇവിടെ ഒരു വേദനയ്ക്ക് നാട്ടിലെ ഡോക്ടർ കൊടുത്ത മരുന്ന് കറക്റ്റ് അയാൾ ആ മരുന്ന് വരുത്തി ഇങ്ങോട്ട് വന്നപ്പം കൊണ്ടുവന്നു. ഒരു പ്രാവശ്യം പിടിച്ചു, ഇതുവരെ കൊണ്ടുവന്ന് പിടിച്ചിട്ടില്ല. ഇപ്പൊ വന്നപ്പം പിടിച്ചു. നോക്കിയപ്പോൾ ആ മരുന്ന് അത് കൺട്രോൾ ലിസ്റ്റിൽപ്പെട്ട ഡ്രഗ്സിൽപ്പെട്ട കണ്ടൻസ് അതിലുണ്ട്. ആള് 3 മാസം മദീന ജയിലിൽ കിടന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്, മരുന്ന് കൊണ്ടുവന്നു, കൂട്ടുകാർക്ക് മരുന്ന് കൊണ്ടുവന്നും സ്വന്തം ആവശ്യത്തിന് മരുന്ന്. അപ്പോൾ ഒരിക്കലും പുതിയതായിട്ട് വരുന്നവർ മരുന്ന് കൊണ്ടുവരുന്നത് വളരെ, നമ്മളൊരു മരുന്ന് നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ആ മരുന്ന് കൊണ്ടുവരുമ്പോൾ അത് ഇവിടെ സൗദി അറേബ്യയിൽ അലൗ ചെയ്യുന്ന മരുന്നാണോ എന്ന് നോക്കിയതിന് ശേഷം ആണ് വരണം എന്നാണ് സാറ് പറഞ്ഞത്. ഇനി അതല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഒരു ശ്രദ്ധ വേണ്ടതെന്ന് പറഞ്ഞത്, ഈ കോൺട്രാക്ട് ജെന്യൂൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് അവർക്കിപ്പോൾ ഒരു എഗ്രിമെന്റ് തരുമല്ലോ, അതിൽ സ്പോൺസർ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. പിന്നെ അവർക്ക് പറയപ്പെടുന്ന ഈ കോൺട്രാക്ട് പറയുന്ന സാലറി കാര്യങ്ങൾ, ഓഫറുകൾ, അത് ഒന്നുകൂടെ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പാക്കണം. ഇത് ചെയ്യണം. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു കോൺട്രാക്ച്വൽ വയലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സമീപിക്കാൻ ലേബർ ഓഫീസുണ്ട്. നമുക്ക് 3 മാസത്തിന് മുന്നിൽ തിരിച്ചു പോകാനുള്ള ഓഫറുണ്ട്. പ്രൊഫഷൻ പീരീഡാണ്. ആ സമയത്ത് നമ്മൾ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ കിവ പോർട്ടലിൽ വന്ന് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. അതുകൂടാതെ തന്നെ ലേബർ ഓഫീസിൽ നമുക്ക് അതിന് പരാതി കൊടുക്കാം, നമുക്ക് കഫീലിന് എഴുതി കൊടുക്കാം, സ്പോൺസർക്ക് എഴുതി കൊടുക്കാം, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതുകൂടാതെ തന്നെ ഇന്ത്യൻ എംബസിയിൽ നമുക്ക് അപേക്ഷ കൊടുക്കാം. അപ്പോൾ അവർ റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് വഴി ഈ ആൾക്ക് ഇന്ന കോൺട്രാക്ച്വൽ വയലേഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ പരാതിയിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, കണ്ടിന്യൂ ചെയ്യാനാണോ അല്ലെങ്കിൽ പോകാനാണോ, പുറത്തു പോകാനല്ല, നാട്ടിലേക്ക് തിരിച്ചു പോകാനാണോ, കോൺട്രാക്ച്വൽ വയലേഷൻ വന്നാൽ തിരിച്ചു പോകാനാണ്. നമ്മൾ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് വേറെ സ്പോൺസറിലേക്ക് മാറാൻ കഴിയും. കോൺട്രാക്ച്വൽ വയലേഷൻ നടത്തുകയാണെങ്കിൽ ഒന്നിൽ സ്പോൺസർക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ റിസൈൻ ചെയ്യാം. ഈ 3 മാസത്തിനുള്ളിൽ ചെയ്യാം. ടെർമിനേറ്റ് ജോബ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ വേണ്ടാത്ത രീതിയിൽ കമ്പനിക്ക് തന്നെ പല റീസണിൽ ടെർമിനേറ്റ് ചെയ്യാം ജോബ്. അതിന് പല സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് റിസൈൻ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വരണം. മനസ്സിലാക്കി നമ്മൾ അത് ശ്രദ്ധിച്ചാൽ
ഇപ്പോൾ ചൂഷണങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും അത് 5% എപ്പോഴും ഉണ്ടാവും സാർ. ഇനി നമ്മൾ 100% ഇതൊക്കെ ആണെങ്കിൽ പോലും അതൊന്നും കറക്റ്റ് ആവില്ല. എന്തൊക്കെയായാലും ചെറിയ ചെറിയ പരാതികൾ, അതിനു വേണ്ടിയാണ് ഏജൻസികളുള്ളത്, ഗ്രീവൻസ് സെല്ലുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബന്ധപ്പെട്ടാൽ ഇവിടുത്തെ തീർച്ചയായും ഇപ്പം വളരെ ക്വിക്കാണ് ആക്ഷൻ ക്വിക്കാണ്. അത് കൂടുതലും ഫേവറബിളായിട്ടാണുള്ള ഒരു റെസ്പോൺസും ഒരു വെർഡിക്റ്റും ഒക്കെയാണ് നമ്മൾ ഈ അടുത്ത സമയത്ത് കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മാറിയ സൗദിയിലും മാറിയ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് പോളിസി ചേഞ്ച് ഉണ്ടായി. കർശന നിർദ്ദേശമുണ്ട്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യരുത്, നിങ്ങൾ അതിൻ്റെ റൈറ്റ്, അവിടെ റൈറ്റ് കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണെന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ വളരെ കർശനമായിട്ടും അവർ ഒരു നല്ല ഒരു, എൻ്റെ ഭാഗത്താണെങ്കിലോ അല്ലെങ്കിൽ സ്പോൺസറുടെ ഭാഗത്താണെങ്കിലോ അവരുടെ റൈറ്റും അവരുടെ പിന്നെ എന്തെങ്കിലും ചൂഷണം ഉണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കാനും ഉള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ റൈറ്റ് കിട്ടുമെന്ന് 100% കോൺഫിഡൻസ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അവരുടെ റൈറ്റ് ഉണ്ട്. തൊഴിലാളിക്കും ഉണ്ട്, തൊഴിലുടമയ്ക്കും ഉണ്ട് ആ റൈറ്റ് പരസ്പരം നമ്മൾ മാനിക്കുക, അത് കിട്ടും, രണ്ടുപേർക്കും കിട്ടുമെന്നുള്ളത് 100%. അതനുസരിച്ചുള്ള ഒരു ലേബർ ലോ ഇപ്പോഴും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് പഠിച്ചാൽ മാത്രം ലേബർ ലോ എൻ്റെ അവകാശം എന്താണെന്ന് വായിച്ചു പഠിക്കും. അത് അറിയുന്നില്ലെങ്കിൽ അറിയുന്ന ആളുകളെ കൊണ്ട് നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം സൗദിയിലേക്ക് വരിക അല്ലേ. നമ്മളുടെ നാട്ടിലിപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസ മേഖലയിൽ സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ പിന്നെ നല്ല രീതിയിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ സൗദിയിലേക്ക് 2 തരത്തിൽ, പ്രൊഫഷണൽ ആണെങ്കിലും നോൺ പ്രൊഫഷണൽ ആണെങ്കിലും ലേഡീസ് നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ലേഡീസ് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴ് ലേഡീസ് ഇപ്പം നല്ലൊരു തൊഴിൽ സാധ്യത. ഇപ്പം നേരത്തെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇപ്പം നമ്മൾക്ക് നേരത്തെ ഇവിടെ വനിതകൾക്ക് അഭയ നിർബന്ധമായിരുന്നു, അഭയ നിർബന്ധമായിരുന്നു. അതുകൂടാതെ തന്നെ പിന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മളൊരു മാന്യമായ ഡ്രസ് കോഡ്, നമ്മുടെ നാട്ടിൽ നമ്മൾ ചുരിദാറോ സാരി പിന്നെ ശരീരം മറച്ചുള്ള ഒരു ഡ്രസ് കോഡ് അതിട്ടുകൊണ്ട് നമുക്ക് എവിടെയും പോകാം ഇന്ന് സൗദി അറേബ്യയിൽ. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയാൽ നമുക്ക് നേരത്തെ സെപ്പറേഷൻ റൂമുകളുണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹോട്ടലിൽ വന്നാൽ അവരവിടെ ഇരുന്ന് ചപ്പാട്ട് കഴിക്കും, നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു പോകുന്ന ആ ഒരു സാഹചര്യം, സോഷ്യൽ ചേഞ്ച് വന്നു. അതനുസരിച്ചുള്ള തൊഴിൽ മേഖലയിലും വനിതകൾക്ക് കടന്നു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, സംസ്കാരം മാറിയ അനുസരിച്ചുള്ള സംസ്കാരത്തിലൊരു ചേഞ്ചസ് വന്നതനുസരിച്ച് സ്ത്രീകൾക്കും തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാമെന്നുള്ളതാണ്. അപ്പം ഇവിടെ തന്നെ ഇല്ലേ വനിതകൾക്ക് ഇത്ര പെർസെൻറ്റേജ് ജോബ് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വനിത സൗദികൾക്ക്. അതേ രീതിയിൽ ഇപ്പം നമുക്ക് പിന്നെ പ്രൊഫഷണൽ മേഖലയിലും സ്കില്ല് മേഖലയിലും ഒക്കെ സ്ത്രീകൾക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട്. അപ്പം നമ്മളിവിടെ വേണ്ടതെന്ന് പറയുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ ഇതുകൊണ്ടും ഈ റിക്രൂട്ട്മെന്റ് ഓഫീസുകളെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ അവർ ശ്രമിക്കണം. ഇപ്പം അത് വളരെ ശ്രദ്ധിച്ച് വേണം. അവർ ഞാൻ പറഞ്ഞ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് റീഡ് ചെയ്ത് അവകാശങ്ങളും പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ വരണം. വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ തുടക്കമാണ്. അപ്പം നമ്മൾ പണ്ട് ദുബായിലൊക്കെ ഒരുപാട് സ്ത്രീകളൊക്കെ പബ്ലിക് പ്ലേസുകളൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിൽ സൗദിയിലും അതേ രീതിയിൽ വരാനുള്ള സാധ്യതകളിലേക്കാണ് രാജ്യത്തിൻ്റെ ആ ഒരു നിയമങ്ങളും മുന്നോട്ട് പോക്കും. അത് അപ്പോൾ ഒരു വലിയൊരു ഇമേജ് ചേഞ്ച് ഉണ്ട്. ഇവിടെ വനിതകൾക്ക് നല്ലൊരു സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ല വിദ്യാഭ്യാസ മേഖലയിൽ കഴിവുള്ള കുട്ടികൾക്ക് കഴിവ് വേണം. അവരെന്ത് വേണം, അവരുടെ സ്കില്ല് അവരെന്താണോ ആ സ്കില്ലിൽ അവർ കൂടുതൽ പ്രോഗ്രസീവ് ആവണം, കൂടുതൽ കോമ്പറ്റീറ്റീവ് പവറിലേക്ക് അവർ സ്കില്ലാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് രണ്ടാമത് ഹൗസ് മെയ്ഡ് മേഖലകളിൽ ആണ് ചൂഷണങ്ങൾ ഇപ്പം കൂടുതൽ വരുന്നത്. ഇപ്പം വിസിറ്റ് വിസകളിൽ ഇപ്പോൾ അലൗഡ് ആയിരുന്നല്ലോ. ഇപ്പം ഇപ്പം അത് ഇവിടെയാണ് പ്രധാന വിഷയം. വിസിറ്റ് വിസ അലൗഡ് ആയപ്പം ഹൗസ് മെയ്ഡ് വിസ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് പിന്നെ ഒരു ഇതുണ്ട്, കുറച്ച് ഡിപ്പോസിറ്റ് ചെയ്തൊക്കെ കുറച്ച് സ്ക്രീനിങ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയൊക്കെയാണ് ഡൊമസ്റ്റിക് മേഖലയിൽ റിക്രൂട്ട് വരേണ്ടതെന്നാണ്, അതായത് നിയമം. അപ്പം ഡൊമസ്റ്റിക് മേഖലയിൽ വരുന്നവരെന്ത് വേണം, ആ റിക്രൂട്ട്മെൻറ്റ് ഡോക്യുമെൻ്റ് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടോ, ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇവിടുത്തെ ഒരു സൗദി റിക്രൂട്ട്മെൻറ്റ് ഓഫീസ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടോ, സ്പോൺസർ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം.
അതല്ലെങ്കിൽ പ്രയാസം. അപ്പോൾ അതായത് ഡൊമസ്റ്റിക് മേഖലയിൽ, അതായത് ഹൗസ് മെയ്ഡ് പോലെയുള്ള അവർ വരുമ്പോൾ ഈ 3 ഏജൻസികളും ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് വരരുത്. കാരണം അത് ചതികളാണ്. ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ ചതിക്കുന്നതാണ്. അവരൊന്നും ഇല്ലാതെ വളഞ്ഞ വഴി കൂടെ കൊണ്ടുവരുമ്പോൾ എന്താണ്, എംബസിക്ക് ഇടപെടാൻ കഴിയത്തില്ല, സൗദി ഗവൺമെൻറ് ഇടപെടാൻ കഴിയത്തില്ല, സൗദി റിക്രൂട്ട്മെന്റ് ഓഫീസിന് ഇടപെടാം. മറ്റേത് നമ്മൾ എഗ്രിമെന്റിൽ വരുമ്പോൾ ഇന്ത്യൻ എംബസിക്ക് ഇടപെടാം. ഈ വനിതയുടെ അല്ലെങ്കിൽ ആരാണോ ഡൊമസ്റ്റിക് വർക്കിൽ വന്ന അവരുടെ റൈറ്റ് അവർക്ക് കിട്ടും, നമുക്ക് ചോദിക്കാം, ഗവൺമെൻറ് ഏജൻസികൾക്ക് ചോദിക്കാം, സൗദിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഓഫീസിന് ചോദിക്കാം, അതിനുള്ള അവകാശം അവർക്കൊക്കെ പറ്റും. ഇതില്ലാതെ വരുമ്പോൾ എന്താണ്, ഇവർക്ക് നമുക്കാർക്കും നിസ്സഹായരാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇത് ഉറപ്പാക്കിയേ വരാം. എഗ്രിമെൻ്റ് ആണെന്നുള്ളത് 3 പേരും ഒപ്പിട്ടുണ്ടോ ഡൊമസ്റ്റിക് മേഖലയിലും, പിന്നെ ഈ പ്രൊഫഷണൽ മേഖലയിലും സ്കില്ല് മേഖലയിലും ഒക്കെ എന്താ വേണ്ടത്, നമ്മുടെ ഇമിഗ്രേറ്റ് സിസ്റ്റം വഴിയുമൊക്കെ അവർ എഗ്രിമെൻ്റ് അപ്ഡേറ്റഡ് ആണോ, അപ്ലോഡഡ് ആണോ, ഇതൊക്കെ ഉറപ്പാക്കി വരണം. ഇപ്പോൾ സാറ് സൗദിയുടെ വളർച്ചയെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു. സൗദിയിൽ വിദേശികൾക്ക് വന്ന് ജോലി ചെയ്യാനും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. എന്നാൽ അതേ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഒരു സ്ത്രീ എല്ലാം ഓപ്പൺ ആണെങ്കിൽ പോലും ഒരു വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അതിന് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോ, പീസ് റേഡിയോ സ്റ്റുഡിയോ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയുള്ള ICC ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ എന്ന ഈ ഒരു മഹത്തായ സ്ഥാപനം ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഡോറിൽ ഈ ഓഫീസുകളിൽ വരാം. ഇസ്ലാമിനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനുള്ള പണ്ഡിതന്മാരിവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കീഴിലാണ് നമ്മളിരിക്കുന്ന ഈ ഒരു പീസ് റേഡിയോ സ്റ്റുഡിയോ. അതുമാത്രമല്ല, ഇവിടെയുള്ള മലയാളികളായ കുട്ടികൾക്ക് മദ്രസ പഠിക്കാനുള്ള ഏകദേശം 500-ൽ പരം കുട്ടികൾ ഇവിടുത്തെ ഈ ICCയുടെ കീഴിലുള്ള മദ്രസയിൽ പഠിക്കുന്നുണ്ട്. പുരുഷന്മാർക്കുള്ള ക്ലാസ്സുകൾ വേറെ, വെള്ളിയാഴ്ചകളിൽ ഖുർആൻ പരിഭാഷകൾ, ഇതെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് എല്ലാ അവസരങ്ങളും ഒരുക്കി തന്നുകൊണ്ട് തന്നെ അതോടൊപ്പമുള്ള വളർച്ചയാണ് സൗദി എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സമയം ആയിട്ടുണ്ട്. ഇത് ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കേൾക്കാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.